മക്കളെ, ജെറുസലം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുമിച്ച് ചേരാം. നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ പ്രത്യേകമായ നിയോഗങ്ങളും ഇന്ന് നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്ന വിശുദ്ധ അഗാപ്പിറ്റസിൻ്റെ കൈകളിലൂടെ നിത്യപിതാവിന് കാഴ്ച കൊടുക്കാം. നമ്മുടെ കുടുംബങ്ങളെ പ്രത്യേകമായ വിധത്തിൽ വിശ്വാസത്തെ സംരക്ഷിക്കാൻ വിശുദ്ധനായ അഗാപ്പിറ്റസ് നമ്മെ സഹായിക്കട്ടെ. ഇതാ വചനം തരികയാണ്. നിയമാവർത്തന പുസ്തകം 6:5. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. പ്രിയപ്പെട്ട മക്കളെ, ഒരു വലിയ വിശുദ്ധൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സർവശക്തിയോടെ ദൈവത്തെ സ്നേഹിച്ച ഒരു വിശുദ്ധൻ. മതപീഡനത്തിൻ്റെയും സഹനത്തിൻ്റെയും കാലഘട്ടമായിരുന്നു അത്. ഔറേലിയൻ ചക്രവർത്തിയുടെ ഭരണകാലം. പലസ്തീനായിൽ ഗവർണറായിരുന്ന ആന്റിയോക്കസ് ക്രിസ്ത്യാനികളെ ക്രൂരമായി പീഡിപ്പിക്കാൻ തീരുമാനിച്ചു. അഗാപ്പിറ്റസിന് അന്ന് 15 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. ക്രിസ്തീയ വിശ്വാസത്തിലും അഗാധമായ സ്നേഹത്തിലും വളർന്നു വന്ന യുവാവായ അഗാപ്പിറ്റസിനെ വിളിപ്പിച്ചു. എന്നിട്ട് ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിക്കാൻ കർശനമായി ആവശ്യപ്പെട്ടു. അഗാപ്പിറ്റസ് അവയെല്ലാം പുല്ലുപോലെ തള്ളിക്കളഞ്ഞു. യേശുവിൻ്റെ രാജാവാണെന്നും എൻ്റെ രക്ഷകനാണെന്നും അവിടുന്ന് ഏറ്റുപറഞ്ഞു. കുപിതരായ അവിടുത്തെ അധികാര വർഗം അഗാപ്പിറ്റസിനെ പീഡിപ്പിച്ചു. കൊല്ലാനായിട്ട് കൽപ്പന പുറപ്പെടുവിച്ചു. പടയാളികൾ ആ ധീരബാലനെ ചമ്മട്ടി കൊണ്ടടിച്ചു. കീറിയ ശരീരവുമായി തടങ്കലിൽ പാർപ്പിച്ചു. ഒടുവിൽ ശിരസ് വെട്ടി കൊന്നു. യേശുവിനെ സ്നേഹിച്ചും യേശുവിനെ അനുഗമിച്ചും യേശുവിനെ ആശ്രയിച്ചും വെച്ച ആ കൊച്ചു ജീവിതം നിത്യതയിലേക്ക് അമർന്നു. വിശുദ്ധ അഗാപ്പിറ്റസിനെ പോലെ വിശ്വാസ തീഷ്ണതയുള്ള ഓരോ യുവാക്കളും നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഉണരട്ടെ. ഓരോ യുവതികളും ഉണരട്ടെ. അതുവഴിയായി ദൈവരാജ്യ വിസ്തൃതി ഉണ്ടാകുവാൻ ഇടവരട്ടെ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ കുഞ്ഞു വിശുദ്ധൻ, വെറും 15 വയസ്സ് മാത്രമുള്ള വിശുദ്ധനായ അഗാപ്പിറ്റസ് ഇത്ര ധീരതയോടെ നിന്നെങ്കിൽ നമുക്കും എന്തുകൊണ്ട് ഈ വിശ്വാസത്തിൻ്റെ ധീരത പ്രകടിപ്പിച്ചുകൂടാ? നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും, ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പങ്കെടുത്തവരും ഇത് ഷെയർ ചെയ്യുന്ന എല്ലാ മക്കളോടും കൂടി ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.